ഹലോ മൈ ഡിയർ ആസ്പിരൻസ്, വെരി വാം വെൽക്കം ടു ഓൾ ഓഫ് യു. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ അല്ലേ, കുറേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ വിളിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓടി നടന്ന ഒരു കാര്യമാണ് RRB ജൂനിയർ എഞ്ചിനീയർ. ഒടുവിൽ റെയിൽവേ തന്നെ അതിനൊരു എന്താ പറയുക ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു നോട്ടീസ്, അതായത് RRB ജൂനിയർ എഞ്ചിനീയർ വരുന്ന 29-ാം തീയതി തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം നമുക്ക് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഇപ്പോൾ നോൺ ടെക്നിക്കൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ടെക്നിക്കൽ എങ്ങനെ പഠിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ചാനലിൽ ടെക്നിക്കൽ ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു SSC RRB വെർട്ടിക്കലിൽ നമ്മൾ സെപ്പറേറ്റ് നമ്മളങ്ങനെ തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സൈലം ടെക്നിക്കൽ PSCയുടെ അക്കാഡമിക് ഹെഡായിട്ടുള്ള ഷാഹിദ് സാർ ഇന്ന് നമ്മളുടെ കൂടെ ഈ എങ്ങനെയാണ് ടെക്നിക്കലിനെ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും സാറും എങ്ങനെയാണ് ഈ RRB ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ നമ്മൾ ഈ വർഷം ടാക്കിൾ ചെയ്യേണ്ടത്, നമ്മളെ ഡിപ്ലോമക്കാരാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഏത് രീതിയിലാണ് ടാക്കിൾ ചെയ്യേണ്ടതാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റിപ്ലൈ ഞങ്ങൾ പിന്നീട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കടക്കാം. അപ്പോൾ സാർ, അപ്പോൾ നമ്മളിപ്പോൾ ഈ RRB നമ്മൾ ബാക്കിയുള്ള ടെക്നിക്കലൊക്കെ കുറേ PSC എക്സാംസുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കൂടെ നോൺ ടെക്നിക്കൽ ഉണ്ടായിരുന്നു PSCയിൽ. അപ്പോൾ നമുക്കിപ്പോൾ PSCയിൽ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. ഏത് ബ്രാഞ്ചിൻ്റെ എക്സാം എടുത്താലും ഇപ്പോൾ 100 മാർക്കിനും ടെക്നിക്കൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോൾ ഇങ്ങനെ ഒരു RRBയുടെ എക്സാം വരുമ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, ബേസിക് സയൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കുകളൊക്കെ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇപ്പോൾ ഈ ടെക്നിക്കൽ മാത്രം പഠിച്ചു വന്ന കുട്ടികൾക്ക് അതിലൊരുപാട് കൺഫ്യൂഷൻസുകളും ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതായത് അവരിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, മാത്സൊക്കെ എന്തായാലും മാത്സ് പഠിച്ചിട്ടായിരിക്കുമല്ലോ എഞ്ചിനീയറിംഗിലും പഠിച്ചു വന്നിട്ടുണ്ടാവുക. എന്നാലും ഇങ്ങനൊരു മത്സര പരീക്ഷയ്ക്ക് വരുമ്പോൾ അവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ റീസണിങ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഒക്കെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത്രയും, കാരണം അത്രത്തോളമൊക്കെ നമ്മൾ കട്ട് ഓഫുകൾ ഇത്തവണ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ഈ ഒരു കൊറോണ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് കോമ്പറ്റീഷൻ കൂടിയ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ എങ്ങനെ ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് പറഞ്ഞ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺസേൺ കുട്ടികൾക്കിടയിലുണ്ട്. അപ്പോൾ സാറ് കുറേ കാലമായിട്ട് ഇതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് ഈ ഒരു വിട്ട് സാറാണ്. അപ്പോൾ സാറിന് എന്താണ് ഈ ഒരു ഇതിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു. പക്ഷേ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു ഏറ്റവും പോസിറ്റീവ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്, പോസിറ്റീവ് ഞാൻ പറയുന്നില്ല, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കണക്കിനോടൊരു വെറുപ്പില്ല, അല്ലെങ്കിൽ കണക്കിനോടൊരു ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ക് പഠിക്കാൻ ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ കണക്ക് നന്നായിട്ട് തന്നെ പഠിക്കും. പക്ഷേ സ്കൂൾ ലെവലിൽ ഇവർ പഠിച്ചു വെച്ചിട്ടുള്ള ആ കണക്കിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ മത്സര പരീക്ഷ രംഗത്തേക്ക് വരുമ്പോൾ മാഷിനറിയാലോ നമുക്ക് സമയം കിട്ടാതെ വരും. ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് വേണ്ടത്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം എത്ര സമയത്തിനുള്ളിൽ നമുക്ക് തീർക്കണം എന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ ഇവർക്കൊരു ധാരണ വേണം. ആ ധാരണ എവിടെ നിന്ന് ഉണ്ടായി വരുന്നതെന്ന് വെച്ചാൽ ഇവർ ചെയ്ത ഹോംവർക്കിൻ്റെ ബേസിസിലാണ്. അതായത് ഇവരുടെ പ്രിപ്പറേഷനിലൂടെ മാത്രമേ ആ ധാരണയിലേക്ക് ഇവർ എത്താനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും. അപ്പം അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ്. അവർക്ക് കണക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത്. പൊതുവേ മത്സര പരീക്ഷ രംഗത്തേക്ക് വരുന്ന ഒരു ബഹുഭൂരിപക്ഷം കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ടാക്കിൾ ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം കണക്കിഷ്ടമല്ല. കണക്കിഷ്ടമില്ലാതെ ആ കണക്കിനെ പഠിച്ചെടുത്ത് മത്സര പരീക്ഷ എഴുതി പാസ്സായി ജോലിയിലേക്ക് എത്തണം. ഇവർക്ക് കണക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കണക്ക് അറിയാം. അപ്പോൾ ആ അറിയുന്ന കണക്കിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് മൗൾഡ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ഒന്ന് മാറ്റി കൊണ്ടുവന്ന് കുറച്ച് ഷോർട്ട് ട്രിക്സും കുറച്ച് കാൽക്കുലേഷൻ ട്രിക്സും കാര്യങ്ങളൊക്കെ പഠിച്ച് സിമ്പിളായിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ, അതായത് നോർമലി ഒരു നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു കുട്ടി ഒരു 5-6 മാസം കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു സാധനം ഇവർക്ക് ഒരു 2-3 മാസം കൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറയുക പഠിച്ചെടുക്കാനായിട്ട് ഡെഫിനറ്റ് ആയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇവർ സ്ട്രാറ്റജി എങ്ങനെ ഇവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു സമയത്തിൽ അവരെങ്ങനെ ഇത് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് സാർ, അതായത് ഓരോ ചാപ്റ്ററുകൾ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ചാപ്റ്റർ പഠിച്ചിട്ട് അങ്ങനെയല്ല. ഈ ഏത് ചാപ്റ്റർ ആദ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റ് പാഠങ്ങളിലോട്ടും കൂടി അത് ഹെൽപ്ഫുൾ ആവും. കാരണം ഇനി നമുക്ക് ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയമില്ല നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഉദാഹരണത്തിന് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്ന ലാഭവും നഷ്ടവും, അല്ലെങ്കിൽ പലിശ, കൂട്ടുപലിശ, ആവറേജ്, പിന്നെ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഈ ചാപ്റ്ററുകളിലേക്കൊക്കെ നമുക്ക് ഈ പെർസെൻറ്റേജിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ പെർസെൻറ്റേജ് അവസാനം പഠിക്കാൻ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പഠിക്കാൻ വെച്ച ഒരാൾ അവൻ്റെ സ്ട്രാറ്റജിയിൽ ഒരു പാളിച്ച സംഭവിച്ചു. അത് അവരെ എന്താ പറയുക ബാക്ക് ഫയർ ചെയ്യും, അവരെ ബാധിക്കും. അതല്ലാണ്ട് കൃത്യമായിട്ട് എങ്ങനെ പോകണമെന്നൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല മാഷ. ഇവർക്ക്
ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ സമയം അറിയുന്നവരാണ്, അപ്പോൾ അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നൂല അല്ലേ. പിന്നെ വേറൊരു കാര്യം, പൊതുവേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജനറൽ നോളജിൽ അവർ കുറച്ച് വീക്ക് ആയിരിക്കും. പൊതുവേ അവർക്കൊരു ധാരണയുണ്ട് ഞാൻ GK വീക്ക് ആണ് എന്നുള്ളത്. അപ്പം RRB JEEന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ നോളജിന്, അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി പോലത്തെ സബ്ജക്റ്റുകൾക്ക് വലിയൊരു പ്രാധാന്യം ഇവിടെ ഇല്ല. എൻവയോൺമെന്റൽ സയൻസിനും ജനറൽ സയൻസിനും ഒക്കെയാണ് നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട GKക്കാണ് ഇവിടെ എന്ത് വരുന്നത്, ഒരു പ്രാധാന്യം വരുന്നത്. അപ്പൊ കടല് പോലെ എന്തില്ല ഇവിടെ GK ഇല്ല. ഇവർക്ക് ഇഷ്ടമുള്ള, ഇവർക്ക് അറിയാവുന്ന സാധനങ്ങൾ തന്നെ ഇവിടെ ഉള്ളൂ. അതിനെ ഒന്ന് ക്രോഡീകരിച്ച് പ്രോപ്പറായിട്ട് ക്രോണോളജിക്കലി പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് അതും ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ CBT 1 എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആണല്ലോ. CBT 2 ടെക്നിക്കലാണ് മെയിൻലി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ 150 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 100 മാർക്കും ടെക്നിക്കലായിരുന്നു. പക്ഷെ നമുക്ക് ഈ CBT 1 കഴിഞ്ഞതിന് ശേഷം നമുക്ക് CBT 2 പഠിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല ശരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് CBTക്ക് പഠിച്ചു, അതിൻ്റെ ചിലർ എന്ന് പറഞ്ഞാൽ ചില റിസൾട്ട് വന്നിട്ട് സെക്കൻഡ് CBTക്ക് നോക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ റിസൾട്ട് വന്ന് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ടെക്നിക്കലിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ സിവിലായാലും മെക്കാനിക്കലായാലും ഇലക്ട്രിക്കലായാലും ഒക്കെ അത്യാവശ്യം പഠിക്കാനുണ്ട്. ഡിപ്ലോമ സിലബസ് ആണെന്ന് പറഞ്ഞാലും ഡിപ്ലോമ പ്ലസ് BTech എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു സിലബസ് വരുന്നത്. അപ്പോൾ അവർ ഈ റിസൾട്ടും കൂടെ വന്നിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ബ്ലണ്ടർ ആയിരിക്കും. ഒരിക്കലും അങ്ങനെ പഠിച്ചിട്ട് പിന്നെ എടുക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ അതല്ല, CBT 1 കഴിഞ്ഞു, ഓക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും ക്വാളിഫൈ ആവും, CBT 2 കൂടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ആ 2.5 മാസം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബേസൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇതിനു മുമ്പ് PSC ടെക്നിക്കൽ എക്സാംസുകൾക്കോ SSC പോലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ എക്സാംസുകൾക്ക് പഠിച്ചവർക്കാണെങ്കിൽ ഓക്കെ, അവർക്ക് അവർ 2.5 മാസം എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ അധികം ഒന്നും ഇപ്പോൾ ടെക്നിക്കൽ ഇപ്പോൾ ഈ വർഷം പാസ് ഔട്ട് ആയവർ അങ്ങനെയുള്ളവരുടെയൊക്കെ കേസിലാണെങ്കിൽ അവർ ഈ ഒരു ഫസ്റ്റ് CBT കഴിഞ്ഞിട്ട് സെക്കൻഡ് CBT നോക്കുക എന്ന് പറയുന്നത് അതിലേറെ ഒന്നും കൂടെ നല്ലതെന്ന് പറയുന്നത്, അവർ ഈ ഫസ്റ്റ് CBTക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സമയം കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ സെക്കൻഡ് CBTക്ക് വരുന്ന ടെക്നിക്കലും കൂടെ പഠിക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ പറഞ്ഞില്ല, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ ആയാലൊക്കെ അത്യാവശ്യം നല്ലൊരു സിലബസ് തന്നെ RRBക്ക് വരുന്നുണ്ട്, ഒരു എക്സാമിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സെക്കൻഡ് CBT കഴിഞ്ഞ സിലബസ് അനുസരിച്ചാണെങ്കിൽ നമുക്ക് 150 മാർക്കിനാണ് വരുന്നത്. അതിൽ ഏകദേശം 100 മാർക്ക് ടെക്നിക്കലും 50 മാർക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ബേസിക് സയൻസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസും എൻവയോൺമെൻറ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി പഠിച്ച് തുടങ്ങാം, ടെക്നിക്കൽ അത്യാവശ്യം ഇപ്പോൾ കഴിഞ്ഞ എക്സാംസുകൾക്കൊന്നും അധികം പഠിക്കാത്തവരാണെങ്കിൽ അവർ ഈ ഫസ്റ്റ് CBT പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതേ ഇമ്പോർട്ടൻസിൽ അവരെന്ത് ചെയ്യുക, സെക്കൻഡ് CBTക്കും ടെക്നിക്കൽ ടോപ്പിക്കിനും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ടൊക്കെ ഇങ്ങനെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ദിവസം 5 മണിക്കൂറാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ ഒരു 2 മണിക്കൂർ നമ്മൾ നമ്മുടെ ആ ടെക്നിക്കൽ സ്ട്രീമിലുള്ള കാര്യങ്ങൾ പഠിക്കാനെടുക്കുക, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ നമ്മൾ CBT 1 പഠിക്കാൻ. കാരണം രണ്ടും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് CBT ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സെക്കൻഡ് CBT എഴുതാൻ പറ്റൂ. അതുപോലെ സെക്കൻഡ് CBTയിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ടും എന്ത് ചെയ്യണം, അപ്പോൾ അത് കുട്ടികളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഫസ്റ്റ് CBT. അത് മാഷ് പറഞ്ഞ ഒരു വലിയൊരു വസ്തുത. അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ കട്ട് ഓഫ്, അതായത് 5 വർഷം മുമ്പാണ് അല്ലേ, 4 വർഷം മുമ്പാണ്, 2019 വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് നോക്കിയാൽ തന്നെ ഏകദേശം 50 തൊട്ട് 52 തൊട്ട് ഏകദേശം 75 വരെ ടയർ 1 സോണുകളിൽ കട്ട് ഓഫ് പോയിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ കോവിഡിന് ശേഷം എന്ന് പറഞ്ഞാൽ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയുള്ള പല പ്രൈവറ്റ് കമ്പനികളിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. രണ്ടാമത് ഇപ്പം കോവിഡ് കാരണം നഷ്ടപ്പെട്ട വർഷം എന്താ പറയുക, പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 3 വർഷം ഇപ്രാവശ്യം റെയിൽവേ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ പരീക്ഷ എഴുതാൻ വരുമ്പോൾ നമുക്കതൊരു PSC ടെക്നിക്കൽ എക്സാംസുകളുടെ ആ ട്രെൻഡ് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അപ്ലിക്കൻസ് അല്ല, അതിൻ്റെ ഇരട്ടിയിലധികം അപ്ലിക്കൻസ് ആണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയാലും സബ് എഞ്ചിനീയർ എക്സാംസുകൾക്കൊക്കെ ഈ വർഷങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഏതിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, RRBക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അത് ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു കൊറോണയുടെ പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സെക്ടർ ആയാലും അല്ലാത്ത സെക്ടറിലൊക്കെ പ്രൈവറ്റിൽ ഒരുപാട് ജോലി നഷ്ടപ്പെടുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും കട്ട് ഓഫ് ആയാലും കോമ്പറ്റീഷൻ ആയാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഇത്തവണ. ഒരിക്കലും ഇത് കട്ട് ഓഫ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കണോ, അല്ല ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് ഞാനെന്താ ചോദിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് പഠിക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ സപ്പോസ് ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കുട്ടി,
അവന്റെ ലൈഫ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ. പിന്നെ നമ്മുടെ ലൈഫ് ഒന്ന് കരിയർ ഒന്ന് സെറ്റ് ആക്കണം, ലൈഫ് ഒന്ന് കളറാക്കണം, നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോലി വേണം. അതും തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ ഒരു അഭിമാന ഇതാണ്. ലോകത്തിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ GK കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടി എൻ്റെ ഒരു കരിയർ സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഇതാക്കണം, അത് ഉറപ്പിച്ച ഒരാളുകളാണ് ഇത് പഠിക്കാൻ വരേണ്ടത്. അപ്പൊ അവരിത് കട്ട് ഓഫ് എത്രയാണോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയല്ലേ സമയം കിട്ടൂ, നോട്ടിഫിക്കേഷൻ വരട്ടെ, അതൊക്കെ അവർ നോക്കേണ്ടത്. അവര് നോക്കേണ്ട ഇരുന്ന് പഠിക്കുക, പഠിച്ചിട്ട് നമ്മൾ അവരുടെ ആ സ്വപ്നമായിട്ടുള്ള അതായത് നമ്മള് ശ്രമിച്ചിട്ട് കിട്ടാതാവുന്നതും എന്താ പറയാ എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് ആദ്യമേ ശ്രമിക്കാതിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് എക്സാമിന് നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപാട് എക്സാംസുകൾ ഇപ്പോൾ ടെക്നിക്കൽ ഇപ്പോൾ ഈ പറയുന്ന RRB ജൂനിയർ എഞ്ചിനീയറിനെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് SSC ജൂനിയർ ഉണ്ട്, എല്ലാ വർഷവും അവർക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിവിൽ മെക്കാനിക്കൽ അവർക്ക് SSC ജൂനിയർ എഞ്ചിനീയർ. അതിലും തന്നെ 100 മാർക്ക് എന്ന് പറയുന്നത് ടെക്നിക്കലാണ്, ബാക്കി 100 മാർക്കിൽ 50 മാർക്ക് GKയും 50 മാർക്ക് റീസണിംഗ് ആണ് വരുന്നത്. പക്ഷേ SSC ജൂനിയർ എഞ്ചിനീയർ നമ്മൾ നോക്കുകയാണെങ്കിൽ SSC ജൂനിയർ എഞ്ചിനീയർ ഓൾ ഇന്ത്യ വരുന്ന ഒരു വേക്കൻസിയാണ്. അതുപോലെ തന്നെ അതിന്റെ വേക്കൻസി എന്ന് പറയുമ്പോൾ സിവിലുകാർക്ക് കുറച്ചും കൂടി കൂടുതലുള്ള കൈൻഡ് ഓഫ് 10% ഉള്ളൂ. കഴിഞ്ഞ എനിക്കൊന്ന് 3 ബ്രാഞ്ചിനും കൂടെ 1200 1300 വേക്കൻസി വരുന്നുള്ളൂ. അതിന് സമയം ഏകദേശം 8 ഇരട്ടി വേക്കൻസിയോട് കൂടിയാണ് 7000 എന്ന് പറഞ്ഞിട്ട് വേക്കൻസി വരുന്നുണ്ട്. അവരിപ്പോ നമുക്കിപ്പോ നമ്മളെ മുന്നിൽ നല്ലൊരു ന്യൂസ് ആയിട്ടാണ്, അതായത് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി ലൈഫ് സെറ്റ് ആക്കണം എന്നുള്ളവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ് നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് പറയുന്നത്. കാരണം അവർ പഠിച്ചു തുടങ്ങി, അവരാ പഠിത്തത്തിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നത് ഈ ഒരു എക്സാം എഴുതി റാങ്ക് വരുന്ന സമയത്താണ്. അപ്പോൾ അതിൽ കട്ട് ഓഫ് കാര്യങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞു, ഒരു PSC എക്സാം ആണെങ്കിൽ പോലും എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഇതാണ്, നമ്മൾ കട്ട് ഓഫ് ഒന്നും നോക്കിയിരിക്കരുത്. കാരണം കട്ട് ഓഫ് കവർ ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ ലക്ഷ്യം. ഈ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് ആക്ച്വലി ഇവര് തന്നെയല്ലേ, ആ കുട്ടികളും അവരുടെ തയ്യാറെടുപ്പിന്റെ ഇന്റൻസിറ്റിയാണ് ആക്ച്വലി കട്ട് ഓഫ് എന്താണെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ പരീക്ഷ പോലും നടക്കാത്തതിന്റെ കട്ട് ഓഫ് നമുക്ക് ആലോചിക്കാൻ പറ്റില്ലല്ലോ. കുട്ടികൾ കട്ട് ഓഫ് എന്തായിരിക്കും, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഇപ്രാവശ്യത്തെ 5 വർഷം നടന്നൊരു പരീക്ഷയുടെ കട്ട് ഓഫ് വെച്ചിട്ട് ഈ വർഷം എന്താ പറയാൻ പറ്റില്ല നമുക്ക്. നിങ്ങളെ കയ്യിൽ ആകെയുള്ളത്, ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടും പറയുന്നത്, നമ്മളെ കയ്യിൽ ആകെയുള്ളത് നമ്മളെ സമയവും നമ്മളെ റിസോഴ്സുകളും മാത്രമാണ്. ബാക്കിയുള്ളതൊന്നും നമ്മളെ കയ്യിലുള്ളതല്ല. എത്ര വേക്കൻസി വരുമെന്നോ എന്ന് നിയമനം നടക്കുന്നോ ഇതൊന്നും നമ്മളെ കയ്യിലുള്ള കാര്യമല്ല. നമ്മളുടെ പാട്ട് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എഫേർട്ട് ഇടുക, നല്ല രീതിക്ക് പോയി പരീക്ഷ എഴുതുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതി പുറത്തിറങ്ങുക, അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അല്ല മാഷേ? ഓക്കെ. അപ്പോൾ സാറേ നമ്മൾ ഈ ഒരു എക്സാമിൽ ഇപ്പോൾ ഫസ്റ്റ് CBT മൊത്തം നോൺ ടെക്നിക്കലാണ്, സെക്കൻഡ് CBT ടെക്നിക്കലാണ് വരുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഇപ്പോൾ അവർ കഴിഞ്ഞ വർഷങ്ങൾക്ക് ഒരുപാട് എക്സാം വന്നുകൊണ്ട് തന്നെ കുറേ ആളുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കുറേ ക്ലാസ്സുകൾക്ക് പോയവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ഈ CBT 1 എന്ന് പറയുന്ന ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും മാഷേ, ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ അതെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഒരാൾ എന്താ പറയുക ഒരു കോച്ചിങ് എടുക്കണോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണോ ഡെഫിനറ്റ്ലി അവർ തന്നെ തീരുമാനിക്കുന്നത്. അതായത് അവർക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്, പ്ലാൻ ഉണ്ട്, എന്ത് പഠിക്കണം എന്നറിയാം, എത്ര സമയം പഠിക്കണം എന്നറിയാം, ദിവസം ഞാൻ ഇത്ര മണിക്കൂർ മാറ്റി വെക്കും എന്നറിയാം, അത്ര മണിക്കൂർ മാറ്റി വെച്ചാൽ എത്ര സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നറിയാം. ഇതിനെപ്പറ്റിയൊക്കെ ധാരണയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെയാണ് പഠിക്കേണ്ടത്. കാരണം അവർ ഒറ്റയ്ക്ക് ആ എഫേർട്ട് ഇടുമ്പോൾ അവർക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാൽ പഠിക്കുന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അങ്ങനെ പറ്റാത്ത ആൾക്കാർ സഹായം എടുക്കുന്നതിൽ തെറ്റില്ല. ഒക്കെ ഒന്ന് ഓർഡറിലാക്കാം, ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് ആക്കാം, അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ, ഒരു ഡിമോട്ടിവേറ്റഡ് ആയി പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു മെന്ററിങ് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു വാക്കായിരിക്കാം ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അയാളുടെ ആ പഠനം ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി. ടോപ്പിക്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും, പ്രത്യേകിച്ച് ആപ്റ്റിറ്റ്യൂഡൊക്കെ എനിക്ക് നല്ല പറയാം. കാരണം അപ്പോൾ ആപ്റ്റിറ്റ്യൂഡൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ കുറേ വീഡിയോസ് യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതുവരെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് അതിന് വ്യത്യസ്തമായിരിക്കും ആ ക്ലാസ്സിൽ കിട്ടുന്ന ഒരു ട്രിക്ക്. അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഇപ്പോൾ എനിക്കൊന്ന് ആ എന്തോ ഒരു മറ്റേ നമ്മൾ വർക്ക് ടൈമിൻ്റെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സൊക്കെ ഇട്ട് ഫുള്ള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. തീർച്ചയായും മാഷേ. പിന്നെ വേറൊരു കാര്യം ഇപ്പം നമ്മളെ ലൈവ് ക്ലാസ്സുകളിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഇപ്പം ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ട് ലൈവിൽ ആ ചാറ്റ് ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കുട്ടികളുടെ ഇടയിൽ തന്നെ നമുക്കൊരു മത്സരം കാണാൻ പറ്റും. ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ത്വരാന്ന് പറയും, നമുക്ക് കുട്ടികളുടെ ഇടയിൽ തന്നെ പുതിയ മെത്തേഡുകൾ കിട്ടുകയും ചെയ്യും. അതാണ്. അപ്പൊ ആ ഒരു കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആവുന്നുള്ളതാണ്. അതല്ല ഒറ്റയ്ക്കിരുന്ന് പഠിക്കണം, റിസോഴ്സുകൾ
ഫ്രീ ആയിട്ട് തന്നെ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഓൺലൈനിൽ ടെക്നിക്കൽ കുറച്ച് കുറഞ്ഞാലും നോൺ ടെക്നിക്കൽ എന്തായാലും അതിനൊരു ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉറപ്പിച്ചും കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇനി ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അവർ ഗാമ്പിൾ ചെയ്യാൻ നിൽക്കരുത്. എന്ത് നമ്മളുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിപ്പോ ഇത്രയും 5 വർഷത്തിന് ശേഷം വിളിച്ചാൽ അപ്പൊ നമ്മൾ ഒരിക്കലും സീരിയസ്നെസ്സോടുകൂടി തന്നെ കാണണം. അങ്ങനെ കൃത്യമായിട്ട് പോകാൻ പറ്റുന്ന അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ ആരുടെ ക്ലാസ്സോ അല്ലെങ്കിൽ കോച്ചിങ്ങോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും എന്താ വരുന്നത് അതൊരു ഗാംബ്ലിംഗ് ആവാൻ പാടില്ല. നമ്മളിങ്ങനെ ഒരു ട്രയൽ ആൻഡ് അല്ലെങ്കിൽ നോക്കട്ടെ, റിസ്ക് എടുത്തിട്ട് കിട്ടുമോ നോക്കാന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിലോ പിന്നെ എപ്പോഴും ഉണ്ടാവുക, പിന്നെ പറയാൻ പറ്റില്ല. റെയിൽവേ എല്ലാ വർഷവും വിളിക്കുന്നു പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു കുട്ടിയുടെ മെന്റാലിറ്റി അങ്ങനെ ആവരുത്. എന്ത് കിട്ടുമോ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കൂടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊന്ന് എറിഞ്ഞു നോക്കാം. അതുപോലെ എനിക്കിത് കിട്ടണം, ഇതാണ് എന്റെ ലൈഫിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു കരിയർ സെറ്റ് എന്നുള്ള രീതിയിൽ തന്നെ. അങ്ങനെയല്ല പക്ഷേ, അങ്ങനെ എറിഞ്ഞാലും മാങ്ങ വീണ കാലമൊക്കെ മാറി. കാരണം ഇപ്പൊ എല്ലാവരും മാങ്ങ പറിക്കാനായിട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മൾ വെറുതെ എറിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ഇപ്പൊ ഞാനിപ്പോ ടെക്നിക്കൽ നല്ല രീതിയിൽ ഇപ്പൊ എനിക്കറിയാം. അപ്പൊ ഏത് ബ്രാഞ്ചിന്റെ എക്സാംസുകൾ എടുത്താലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് ആ ട്രെൻഡ് നല്ല രീതിയിൽ അറിയാം. ഞാൻ തന്നെ ക്ലാസ്സുകളിൽ കുട്ടികളോടൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് സിവിലിന്റെ ഒരു LSTD അസിസ്റ്റന്റ് എഞ്ചിനീയറിന് 10,000-15,000 അപ്ലിക്കൻസ് ഉള്ളത് 50,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് അത്രത്തോളം കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിട്ട്. അപ്പൊ അത് അത്രത്തോളം നമുക്ക് ഓൾ ഇന്ത്യ ബേസിലൊക്കെ, കാരണം നമ്മൾ തന്നെ ഈ ഓൾ ഇന്ത്യ ബേസിസിലുള്ള യൂട്യൂബ് ചാനലുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ കുട്ടികൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ചോദിക്കുന്നത് ഇതാണ്: എന്താണ് RRBJI വിളിക്കാത്തത്, എന്താണ് RRBJIയുടെ നോട്ടിഫിക്കേഷൻ വരാത്തത്. RRBJI ഇപ്പൊ വിളിച്ചു, ഇനിയിപ്പം വിളിച്ചു, ഇനി എന്താ ചെയ്യാനുള്ളത്? പഠിക്കാൻ തുടങ്ങണം, ആദ്യം നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ ഒരു നമ്മൾ ഈ ഒരു സമയം നോക്കുകയാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് CBT നമുക്കൊരു ഡിസംബറിലേക്ക് ആയിരിക്കും. കാരണം അതിന് മുമ്പ് വേറെ കുറെ റെയിൽവേന്റെ പരീക്ഷകൾ കഴിയാനുണ്ടല്ലോ. കഴിഞ്ഞിട്ടേ നമുക്ക് നടക്കുള്ളൂ. നവംബർ ഡിസംബർ എന്നുള്ള രീതിക്കാണ് അത് വരുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യാം. ഇത് അഗൈൻ നമ്മൾ നവംബറിൽ പറഞ്ഞു എന്നല്ല, നാളെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമ്മൾ നവംബർ ഡിസംബറിലാണെങ്കിൽ തന്നെ നമുക്കൊരു 3-4 മാസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായാലും ഫസ്റ്റ് CBTയുടെ റിസൾട്ട് വന്ന് സെക്കൻഡ് CBT എക്സാം എന്തായാലും നമുക്ക് 2.5 മാസം അറൗണ്ട് അതും എടുക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു 6 മാസം എന്നൊക്കെ പറയുന്നത് ആ ഒരു ഡിറ്റർമൈൻ ചെയ്ത കുട്ടിക്ക്, തീരുമാനിച്ചൊരു കുട്ടിക്ക്, അതായത് എനിക്ക് എൻ്റെ കരിയർ ഞാൻ ഈ പറഞ്ഞ പോലെ സെറ്റ് ആക്കണം, റെയിൽവേയിൽ ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് പറയുന്ന ഒരാൾക്ക് ഇത് ധാരാളം സമയമാണ് അല്ലേ? സമയം വരുന്നുണ്ട്. പിന്നെ ഒരിക്കലും ചെറുതായി കാണരുത് ഇതിനെ. കാരണം നമ്മളിപ്പോൾ ചെന്നൈ സോണിലോ ബാംഗ്ലൂർ സോണിലോ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളികളോട് മാത്രമല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മളിവിടുത്തെ എല്ലാ എഞ്ചിനീയേഴ്സിനും പോലെയല്ല. നമ്മളിവിടെ യൂണിവേഴ്സിറ്റിന്റെ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠന രീതിയും കൂടി ഉണ്ട്. അവർ ചെറുപ്പം തൊട്ടേ നേരത്തെ അവർ മത്സര ബുദ്ധിയോട് അവരൊക്കെ പഠിച്ചു വരുന്നത്. എനിക്കറിയാം. ഞാനിപ്പോൾ M.Tech 2 വർഷം അവിടെ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ നമ്മളിത് കാണുന്നുണ്ട്. ഇവർ ഈ സ്കൂളുകൾ ലെവൽ തൊട്ടിട്ടേ മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണ്. അതിൽ തന്നെ UPSCക്ക് പഠിക്കുന്നവർ, SSCക്ക് പഠിക്കുന്നവരുണ്ട്. അവരുടെ സ്റ്റേറ്റ് ഗേറ്റിന് തന്നെ ഫസ്റ്റ് ഇയർ ബിടെക് തൊട്ടേ പഠിക്കുന്നവരുണ്ട്. അവിടേക്ക് അത്രയും ആളുകൾ ആ എഞ്ചിനീയറിംഗിന്റെ കൂടെ. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മുടെ കുട്ടികളും കൂടെ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അവർ അത്ര സീരിയസ്നെസ്സിൽ പേടിച്ച് പിന്മാറില്ല, അത്രയും സീരിയസ്നെസ്സിൽ ഏറ്റവും എളുപ്പം പേടിച്ച് പിന്മാറുന്നതാ. അത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതിലല്ലല്ലോ നമ്മളിപ്പോ ലൈഫ് സെക്യൂർഡ് ആക്കണം, ലൈഫ് സ്റ്റൈൽ മാറണം, വീട്ടിൽ കുറച്ചും കൂടി അപ്ഗ്രേഡേഷൻ വരുത്തണം. വീട്ടിൽ വേണം നമ്മൾ വേറെ ആരും നോക്കണം, നമ്മളെ കരിയർ, സ്വന്തം കരിയർ തന്നെ. എത്രയാ മാസം ശമ്പളം കിട്ടിയ നമ്മളൊരു ജൂനിയർ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ അല്ലേ? ഒരു 60,000 അതൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ അവര് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 60-ലും കൂടിയിട്ടുണ്ട്. അവർ കയറുന്ന സമയത്ത് തന്നെ അറൌണ്ട് 60,000 എന്നുള്ള രീതിയിൽ മാസാവസാനം അല്ലേ നമ്മളെ ബാങ്ക് ഞാനത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു പ്രൈവറ്റ് ഫീൽഡിലാണെങ്കിൽ ഈ ഒരു 60,000 ഇന്ന് ഇന്ത്യയിൽ സ്റ്റാർട്ടിങ്ങിൽ കിട്ടണമെന്നുണ്ട്. എത്ര എക്സ്പീരിയൻസ്, സ്റ്റാർട്ടിങ്ങിൽ എന്നല്ല എത്ര വർഷം. ഇപ്പോൾ സിവിലായാലും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് സിവിലായാലും, മെക്കാനിക്കൽ ആയാലും, ഇലക്ട്രിക്കൽ, ഏത് ബ്രാഞ്ച് ആയാലും, ഇപ്പോൾ കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് അല്ലാതെ, ഇപ്പോൾ കോളേജുകളിൽ നല്ല പാക്കേജുകൾ പ്ലേസ്മെൻറ്റ് ഉണ്ട്. അതല്ലാതെ ഒരു പ്രൈവറ്റിൽ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ ഒരു സാലറിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവർ എത്ര വർഷം വർക്ക് ചെയ്യണം. നേരെ മറിച്ച് ഗവൺമെൻറ് ജോലി, ഇപ്പോൾ ഈ പറയുന്ന RRB ആയാലും PSC ആയാലും ഒക്കെ എന്താണ്, നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, പഠിച്ചാൽ മതി. നേരെ സർക്കാർ നമ്മളെ കയ്യിലോട്ട് എടുത്തിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു സാലറി നമുക്ക് തരുന്നത്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, ഡിപ്ലോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എൻ്റെ എല്ലാ ആസ്പിരൻസിനോട് പറയാനുള്ളത് ഇതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമ്മൾ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളതിനെ എങ്ങനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ലൈഫിലെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു അവസരമായിട്ട് കണ്ട് നിങ്ങൾ എന്താ പറയുക, അവസരത്തിനൊത്ത് ഉയരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടെക്നിക്കൽ PSC അല്ലെങ്കിൽ ടെക്നിക്കൽ ഷാഹിദ് സാറൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് നോൺ ടെക്നിക്കൽ പാർട്ട് SSC RRB വെർട്ടിക്കലിൻ്റെ അക്കാഡമിക് ഹെഡാണ് ഞാൻ. എന്തൊക്കെ അക്കാഡമിക്കലി ഈ നോൺ ടെക്നിക്കൽ പാർട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണമോ അതെല്ലാം ചെയ്തു തരാൻ ഞങ്ങളിവിടെ
ഫുൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആകെ നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത് തയ്യാറെടുക്കാനുള്ള നിങ്ങളുടെ ഒരു മനസ്സ് അതുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും ലോജിക്കൽ റീസണിംഗ് ആണെങ്കിലും ഇവൻ GK ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഇല്ല റെയിൽവേക്ക് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അതും കൂടി ഉണ്ടായിരുന്നെങ്കിലോ അല്ല മാഷേ, അപ്പോൾ അതില്ല. അപ്പോൾ അതില്ലാത്തതിനുകൊണ്ട് എന്താ പറയുക, വലിയൊരു കാര്യമാണ്. ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ കവർ ചെയ്ത് പോകുന്ന ഒരുപാട് ബാച്ചുകളൊക്കെ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു റിസ്ക് എടുക്കാൻ എന്താ പറയുക താല്പര്യമില്ലാത്ത ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ട് ബാച്ചുകൾ ലോഞ്ച് ചെയ്യുക. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെ നമ്മൾ ബാച്ചുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. വളരെ സീരിയസ് ആയിട്ട് കാണുക. ഓൾ ദ ബെസ്റ്റ് ഷാഹിദ് സാർ. യെസ്. അപ്പോൾ വിഷ്ണു സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റെഡിയാണ്. ഞാൻ ഈ തുടക്കത്തിലേ പറഞ്ഞ പോലെ നമുക്ക് ഒരു കരിയർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ പേഴ്സണലായിട്ട് തീരുമാനിക്കുക, ഓക്കെ എനിക്കിത് വേണോ വേണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ, കരിയർ സെറ്റാക്കാൻ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ പാർട്ടായാലും നോൺ ടെക്നിക്കൽ പാർട്ടായാലും നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് സൈലം ടീം മൊത്തത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നല്ലൊരു സ്റ്റഡി പ്ലാന്, സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള ഈ 6 മാസമാണോ 8 മാസമാണോ എത്രയാണോ ആ ഒരു സമയത്തിൽ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ ഭംഗിയായി അടിപൊളിയായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.